ഒരു കൗതുകത്തിന് തുടങ്ങിയതാണ് പക്ഷി വളർത്തൽ. പക്ഷെ അത് പിന്നീട് വരുമാന മാർഗമാക്കി മാറ്റിയ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് പരിചയപ്പെടാം. ഇടുക്കി പൂപ്പാറ സ്വദേശി വിജയ്. അലങ്കാര പക്ഷി വളർത്തലിലൂടെ മികച്ച വരുമാനം ലഭിക്കുന്നുണ്ട് ഈ യുവാവിന്. കൗതുകത്തിന് തുടങ്ങി കാര്യമായി മാറിയ പക്ഷി വളർത്തൽ. അരുമ പക്ഷികളെ വളർത്തുന്നതിൽ നിന്ന് ആനന്ദവും ഒപ്പം വരുമാനവും. ഡ്രൈവർ ജോലി ചെയ്യുന്നതിനിടെയാണ് വിജയ് പക്ഷി വളർത്തൽ തുടങ്ങുന്നത്. കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുന്നതിൻ്റെ അലസത മാറ്റാനായി പക്ഷികളെ കൂട്ടുപിടിച്ചു. ഇന്നിപ്പോൾ അവറ്റകളെ നോക്കുന്നതും പരിപാലിക്കുന്നതുമാണ് പ്രധാന ജോലി. പെറ്റ് ഷോകളിലെ ചാമ്പ്യന്മാരും വിജയുടെ സ്റ്റോക്കിലുണ്ട്. പ്രാവുകളിലെ രാജാക്കന്മാരായ കിങ്, മുഖി, പ്രിൽ, ചൈനീസ് സോൾ, ഹംഗേറിയൻ തുടങ്ങിയവയെല്ലാം ഇതിലുൾപ്പെടും. കൂടാതെ ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, കൊക്കറ്റീൽ, പലതരം ഫിഞ്ചസുകൾ എന്നിവയും വിജയുടെ പക്ഷിക്കൂട്ടത്തിലുണ്ട്. ഇത് ഒരു പ്രാവശ്യം വളർത്തിയവര് പിന്നെ ഇത് നിർത്തിയാൽ പോലും പിന്നെയും ഇത് തുടങ്ങും. ഞാൻ ആദ്യം കോവിഡ് സമയത്താണ് ഇത് വളർത്തിയ സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് നിർത്തിയിട്ട് വേറെ വർക്കിന്റെ കാര്യമായിട്ട് ഞാൻ പുറത്തു പോയി. അതായത് തമിഴ്നാട് ആ ഭാഗത്തൊക്കെ വർക്കിന്റെ കാര്യത്തിന് വേണ്ടി പോയി എങ്കിൽ പോലും തിരിച്ചു വന്നപ്പോൾ ഇത് വളർത്തണമെന്ന് പിന്നെയും നമുക്കൊരു ചെറിയ ഇത് കാണുമ്പോൾ ഒക്കെ ഒരു മോഹമായി. പിന്നെ അത് കാരണം ഇപ്പൊ ഒന്ന് തുടങ്ങിയത്. ഒരു 10 വെറൈറ്റി ഐറ്റംസ് പ്രാവുകൾ തന്നെയുണ്ട്. പിന്നെ ആണെങ്കിൽ നമുക്ക് കോക്ടെയിൽ എടുക്കുകയാണെങ്കിലും കോക്ടെയിലും വെറൈറ്റി കളറുകൾ, പിന്നെ പിഞ്ചസുകൾ, മ്യൂട്ടേഷൻ പിഞ്ചസുകളാണ്. പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡിലും വെറൈറ്റി കളറുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ഇതിൽ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. വിലയടിസ്ഥാനത്തിൽ നോക്കിയാൽ 300 രൂപ മുതൽ 15,000 രൂപ വില വരുന്ന പക്ഷികൾ വരെയുണ്ട്. പ്രാവ് ഉൾപ്പെടെ എല്ലാ പക്ഷികളുടെയും കുഞ്ഞുങ്ങൾക്ക് കൈത്തീറ്റ നൽകി ഇണക്കിയ ശേഷമാണ് ആവശ്യക്കാർക്ക് കൈമാറുക. അതുകൊണ്ട് തന്നെ പക്ഷികളെ വാങ്ങുന്നവർക്ക് അവയെ നേരിട്ട് ഏവിയറുകളിൽ ഇട്ടു വളർത്താനാകും. രാജപാളയത്തു നിന്നും എത്തിച്ച നായ്ക്കളായ ടോമിയും റോസിയും അരുമ പക്ഷികൾക്ക് കാവലായി ടെറസിലുണ്ടാകും. ഭാര്യ പാർവതിയും മാതാപിതാക്കളുമെല്ലാം വിജയുടെ പക്ഷി വളർത്തലിന് പിന്തുണയുമായി കൂടെയുണ്ട്. 24 ഇടുക്കി. ഈ പക്ഷികളെ കാണുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മൃഗങ്ങളെ കാണുക എന്നൊക്കെ പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പ്രേക്ഷകരിൽ പലർക്കും എന്നോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യത. നായ്ക്കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ എന്റെ ചേട്ടന്റെ എന്തൊക്കെ വളർത്താം അതൊക്കെ ആമയെ മുതൽ എല്ലാം വളർത്തുമായിരുന്നു. അങ്ങനെയായിരുന്നു എന്റെ ബ്രദർ. എനിക്ക് ഇപ്പോ ഇല്ല, പക്ഷെ വീട്ടില് തറവാട്ടിലുണ്ട്. അങ്ങനെ ഹസ്ബൻഡ് അവിടെ അവിടെയൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. എനിക്ക് പേടിയാ. ഞാനിങ്ങനെ തൊടും, പക്ഷെ എനിക്ക് എടുക്കാനോ മടിയിൽ വെക്കാനൊക്കെ എന്തോ. അതെ, ഞങ്ങളുടെ വീട്ടിൽ അണ്ണാനുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറയായിരുന്നു, നമുക്കിതൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര രസമാണ്. നമ്മൾ കുറച്ചും കൂടി വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതാണ്, വേറൊരാള് വേണ്ട. നമുക്ക് പെറ്റ്സിനെ കളിപ്പിച്ചും ഒക്കെ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കാം.